കണ്ട ഒരു ഹൊറർ ഫിലിം ലുക്കൊക്കെ ഉണ്ടാവും. ഇതേ ദിവസം ഇടാ ഏതോ അഴുക്കച്ചർക്കൻ വച്ചേക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ എല്ലാം മഞ്ഞുണ്ടായിന്, പ്രാവശ്യമില്ല. നമുക്ക് മഞ്ഞ് കാണാനുള്ള യോഗം ഉണ്ടാവുമോ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ എന്ന വകുപ്പുണ്ടോ എന്ന് അറിയണം. അപ്പം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ടെമ്പറേച്ചർ ഈസ് -3. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ലോങ് വീഡിയോ ഇൻട്രോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് ഏത് സ്ഥലം കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഫുൾ സെറ്റപ്പാണ്, ഫുൾ ലെയർ ഇട്ടിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളെ വെക്കേഷൻ കസാക്കിസ്ഥാനിലാണ്. ഇവിടെ ഇപ്പോൾ സമയം ഒരു 9 മണി 9:30 പക്ഷേ ഒരു 2°3 അത്രയുണ്ട് തണുപ്പ്. ഞാൻ ഫുൾ ലെയർ ഇട്ടിട്ടാണുള്ളത്. കയ്യിലുണ്ടല്ലോ തണുത്ത് മരവിച്ചിട്ടുള്ളത്, ഗ്ലൗസ് ഇടാത്തതുകൊണ്ട്. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് നമ്മൾ കസാക്കിസ്ഥാൻ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. ഞാൻ ഇപ്രാവശ്യം നമ്മളെ വ്ളോഗ് വെച്ചൊരു ഡെയിലി വ്ളോഗ് അല്ലാണ്ട് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആവാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരാഴ്ചക്കുള്ളുണ്ട്. അപ്പോൾ കസാക്കിസ്ഥാൻ ഇനി പോകാൻ താല്പര്യമില്ലവർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാംഗ്ലൂർ ടു ഷാർജ, ഷാർജ ടു അൽമാട്ടി, അങ്ങനെയായിരുന്നു കേട്ടോ നമ്മളെ ഫ്ലൈറ്റ്. നമ്മൾ എയർ അറേബ്യയിലാണ് പോയത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3:30 കയറിയിട്ട് ഷാർജയിൽ ഒരു 6:15 എത്തുന്നു. പിന്നെ ചെറിയൊരു ലേവർ, പിന്നെ 9 മണിക്ക് കയറിയിട്ട് 2:30 ആകുമ്പോഴേക്ക് നമ്മൾ അൽമാട്ടിയിലെത്തി. ഇപ്പോൾ 2:30 ആകുമ്പോൾ ഉള്ളൊരു ഇതാണ്. അപ്പോഴേക്ക് സൂര്യനിൽ ഏകദേശം അസ്തമിക്കാനായി. ഇവിടെ നേരത്തെ അസ്തമിക്കും കേട്ടോ. പിന്നെ നമ്മൾ നേരെ വേറെ എവിടെയും പോയിട്ട് അതിന് മുന്നേ ക്യാഷൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ സിമ്മൊക്കെ എടുത്ത് നേരെ റൂമിൽ പോയി. നമ്മൾ ഇപ്രാവശ്യം അപ്പാർട്ട്മെൻ്റ് ആട്ടോ ബുക്ക് ചെയ്ത്. നമ്മൾ ഹോട്ടലിനേക്കാൾ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ തന്നെ കീ കണ്ടുപിടിക്കുന്നു, നമ്മൾ തന്നെ തുറക്കുന്നു, കയറുന്നു. അല്ലേ? അപ്പോൾ ഫസ്റ്റ് അവിടെ കീ ബോക്സ് ഉണ്ട്, പോയി കീ എടുക്കോ. അതിനകത്ത് നമുക്കൊരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ആ പാസ്വേഡ് വെച്ചിട്ട് കീ തുറന്നിട്ട് അങ്ങ് എടുക്കുക. എന്നിട്ട് തുറന്നിട്ടുള്ളിൽ കയറാം. അപ്പോൾ അതിന് ഞാൻ പുറം ഒന്ന് കാണിച്ചു തരാം. കണ്ട ഒരു ഹൊറർ ഫിലിം ലുക്കൊക്കെ ഉണ്ടാവും, പക്ഷെ പേടിക്കാനില്ല, നല്ല സ്ഥലമാണ്. ഇപ്പോൾ സമയം ഉച്ച അല്ല, ഇപ്പോൾ സമയം എത്രയും 3:30 ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു, 2:30 3:30. പക്ഷേ സന്ധ്യ ആയ മാതിരിയാണ്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് വെച്ച് തുറക്കുന്നു. യെസ്, വി ഗോട്ട് ദ കീ. അത് അടച്ചു വെക്ക്, അത് അടച്ചു വെക്കാൻ പറഞ്ഞിന്. വേണ്ട, ഈ ബോക്സ്, ഈ കറുത്ത ബോക്സിൻ്റെ ഉള്ളിൽ കീ ഉണ്ടാവും. അപ്പോൾ ഇത് തുറക്കാനുള്ള പാസ്വേഡ് നമ്മളിവിടെ ബുക്ക് ചെയ്യുമ്പോൾ അവർ തരും. അപ്പോൾ ഇനി ഞങ്ങൾ അകത്ത് കയറട്ടെ. അപ്പോൾ അകത്ത് കയറാലോടാ ഇനി? അതിന് മുന്നേ വേറെന്തോ പറയുന്നുണ്ട്. എന്താ? ഇനിയൊന്നുമില്ലല്ലോ. നമ്മളെ റൂം നമ്പർ ഏതാന്ന് വെച്ചാൽ അതിൽ പോകുന്നു, എടുക്കുന്നു. ഈ റൗണ്ട് സാധനം സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ ഇതാക്കുന്നു. ഇനി അതിന് ഡോറ് ലോക്ക് ആകുന്നതിന് മുന്നേ ഞങ്ങൾ വേഗം കയറട്ടെ കേട്ടോ. പിന്നെ അവസാനം ഒന്നും കൂടി ഇതാക്കട്ടെ. അകത്ത് എന്ത് സുഖം അറിയാം, നല്ല ചൂട്. അതൊക്കെ എന്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പോയി. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഓർമ്മ ഒട്ടിച്ചിട്ട് പോയാലോ ഇവിടെ ഡോറിന്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവറോൾ വ്യൂ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ്. ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ട് എസ്തെറ്റിക് ആയിട്ട് പിൻട്രസ്റ്റ് വൈബൊക്കെ ഉള്ള ടൈപ്പ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമ്മളെ ബാഗൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ കോലമൊക്കെ മാറും കേട്ടോ. ചെറിയൊരു ഉറക്കോലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ തൊട്ടടുത്തുള്ള അർബാദ് സ്ട്രീറ്റിലേക്ക് പോയി. അൽമാട്ടിയിലെ വൺ ഓഫ് ദി ഫേമസ് സ്ട്രീറ്റാണ് അർബാദ് സ്ട്രീറ്റ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ കുറേ ആൾക്കാർ വരും, പാട്ടൊക്കെ പാടും, ഡാൻസ് ചെയ്യും. അങ്ങനെ ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. പക്ഷേ വേഗം അടക്കൂട്ടും. ഇപ്പോൾ തണുപ്പായതുകൊണ്ടെന്ന് അറിയില്ല, പെട്ടെന്ന് അടക്കും. ഒരു 9 മണി 10 മണിവരെയൊക്കെ ഉണ്ടാവും. ചില സമയം വീക്കെൻഡ്സിൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ്, നമുക്കൊരു കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. അഥവാ ഇനി നിങ്ങൾ വാങ്ങിയ വിൻ്റർ ക്ലോത്ത്സ് നിങ്ങൾക്ക് പറ്റില്ല, കുറച്ചും കൂടി കട്ടിയില്ലത് വാങ്ങണം, എവിടുന്ന് വാങ്ങുന്ന വെച്ചാൽ നമ്മളെ കസാക്കിസ്ഥാനിലൊരു അഫോർഡബിൾ ഓപ്ഷനാണിത്. ഇവിടെ അത്യാവശ്യം പ്രൈസ് കുറവായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ എന്താക്കി വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബ്രെഡ്, ന്യൂട്ടല്ല, പിന്നെ ഹോട്ട് ഡോഗ്, ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് കേക്ക്സ്, അങ്ങനത്തെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് മേടിച്ചിന്. പക്ഷെ പാലൊരു ഫ്ലോപ്പായിരുന്നു. കാരണം നമ്മൾക്ക് സാഷേ മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ പാൽപ്പൊടിയും ചായപ്പൊടിയും എല്ലാം കിട്ടുന്ന സാഷേ ഉണ്ടായിരുന്നു, അതായിരുന്നു വാങ്ങുന്നത്. നമ്മൾ പാല് വാങ്ങിയതൊരു ഫ്ലോപ്പായിരുന്നു. പിന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, പിന്നെ ChatGPT, ജെമിനി, അങ്ങനെ ടെക്നോളജി എല്ലാം മാക്സിമം യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലായിരുന്നു. കാരണം നമുക്ക് ഓവനിൽ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലല്ലോ, എല്ലായിടത്തും വ്യത്യാസമായിരിക്കില്ല. അപ്പോൾ വളരെ സേഫ് ആയിട്ട് ജെമിനി അത് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ഫ്രം അൽമാട്ടി. അപ്പം ഫസ്റ്റ് ഡേ ഇൻ അൽമാട്ടിയാണ്.
നമുക്ക് ഇവിടുന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ നമ്മളിന്ന് പോകുന്ന സ്പോർട്സിലേക്കെല്ലാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു കത്തീഡ്രലിലേക്കാണ്. അതിൻ്റെ പേരെന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്തിട്ട് പറഞ്ഞുതരാം. കുറച്ച് ടഫ് നെയിംസാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ കുക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് തന്നെ കുക്ക് ചെയ്യാം, നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചായ കിട്ടിയില്ല, നല്ലൊരു ചായയും കൂടി അവിടെ നിന്ന് ഒപ്പിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്, ഇതാണ് അച്ഛൻ്റെ ലുക്ക്. പൊളിയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ്. വരുന്ന വഴിക്ക് തന്നെ നമുക്കൊരു ടീ ഷോപ്പ്, ചായക്കട കിട്ടി. നല്ല ചൂട് ചായ, എന്ത് സുഖം. ഇപ്പോൾ ഇവിടെ എത്ര ടെമ്പറേച്ചർ? 5 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ. ആ സമയത്ത് ഇച്ചുകാട് ചായ കുടിക്കുക എന്ത് സുഖം അറിയാം. ഈ കപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല രസമുണ്ട്. നല്ല ചൂട് ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ വിചാരിച്ചു കത്തീഡ്രലിലേക്ക് പോകുമ്പോൾ നടന്നിട്ട് പോവാം. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ എന്നാലും നടന്നിട്ട് പോകാൻ സ്ഥലമെല്ലാം ഒന്ന് കാണാമല്ലോ ഒന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കത്തീഡ്രൽ എത്തുന്നതിന് മുന്നേ ഒരു പാർക്ക് ഉണ്ട്, നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ട് രാവിലെ നല്ല രസമാട്ടോ അവിടെ. അപ്പോൾ പാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് പെൻഫിലോ പാർക്ക് എന്നാണ്. ആ പാർക്കിലൂടെ നടന്നിട്ട് നേരെ എത്തുന്നത് ഈ ചർച്ചിലേക്കാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുർബാന ഉണ്ടോ എന്നൊരു സംശയം. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് വ്യൂ ഉണ്ടോ. കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് തന്നെ കറങ്ങിയത്. പിന്നെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല അകത്ത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ കുറേ പ്രാവിന് തീറ്റയെല്ലാം കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാൻഡിഡ് പിക്സ് ഒക്കെ എടുത്തു തരാനുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ ഈ റിമോട്ട് കാറിൽ പോകുന്ന പിള്ളേഴ്സ്, ഇതുപോലെ സ്കേറ്റിംഗ് പ്രാക്ടീസ് എല്ലാം നമുക്ക് ആ പള്ളിയുടെ ചുറ്റുള്ള സ്ഥലത്ത് കാണാൻ പറ്റും. നല്ല രസമാണ്. ഈ കത്തീഡ്രലിന്റെ തൊട്ടടുത്ത് ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ഉണ്ട്. ആ പ്ലേസിന്റെ പേരാണ് മെമ്മോറിയൽ ഓഫ് ഗ്ലോറി. ദ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്നറിയപ്പെടുന്ന 1941-45 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും നാസി ജർമ്മനിയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ജയിച്ചു. അപ്പോൾ ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് 30ാം വാർഷികത്തിൽ ഉണ്ടാക്കിയ ഒരു മെമ്മോറിയലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മെമ്മോറിയൽ ഗ്ലോറി. അൽമാട്ടിയിലൊരു ഫേമസ് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് ഗ്രീൻ ബസാർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഹെവി ആയിട്ടുള്ള വിൻ്റർ ക്ലോത്ത്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ വിചാരിച്ച് ഇവിടുന്ന് വാങ്ങാം, നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനനുസരിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ നല്ല കളക്ഷൻ ഓഫ് വിൻ്റർ ക്ലോത്ത്സ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ബസാറാന്ന് സ്ട്രീറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പൈസക്ക് കുറവൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ പൈസയും ഉണ്ട്. പക്ഷേ അത് നമ്മൾ സ്ട്രീറ്റ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇതൊരു നല്ല ഓപ്ഷൻ അല്ല. പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഇടുന്നത്. അപ്പം ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ക്യാപ്സ് ഉണ്ട്, പിന്നെ വുളൻ സോക്സ് ഉണ്ട്, പിന്നെ ഒരു ലെഗിങ്സ് ഉണ്ട്. മീൻസ് അകത്ത് വുളനും പുറത്ത് നോർമൽ ലെഗിങ്സ്, അങ്ങനത്തെ ഒരു സാധനം. അതൊന്നും നമ്മുടെ നാട്ടിൽ ഷോപ്പിലെവിടെയും കിട്ടുന്നില്ല. ഓൺലൈനിൽ കിട്ടുമായിരിക്കും, പക്ഷേ ഷോപ്പിൽ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. കുറേ നല്ല നല്ല കളക്ഷൻ ഓഫ് ക്യാപ്സ്, പിന്നെ വുളൻ സോക്സ്, പിന്നെ ഇതുപോലത്തെ വുളൻ ലെഗിങ്സ്, പിന്നെ കുറേ ജാക്കറ്റ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലോങ് വേണമെങ്കിൽ ഷോർട്ട് വേണമെങ്കിൽ അങ്ങനത്തെ കുറേ ജാക്കറ്റ്സ്, അങ്ങനെ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ബസാറാന്ന് വിചാരിച്ചിട്ട് പൈസ ഭയങ്കര കുറവൊന്നും അല്ല കേട്ടോ. ഒരു ആവറേജ് പൈസ ഉണ്ട്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ കുറക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്താ വെച്ചാൽ ഫുൾ ഷോപ്പ് ഒന്ന് കറങ്ങി എല്ലായിടത്തും ഒക്കെ പൈസ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആണ് പൈസ എന്നുള്ള തോന്നുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങാം. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്, ഒരു സോക്സ്, ജാക്കറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഈ പുറത്തെ ഈ ഗാർമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അകത്തുള്ളത് കുറേ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഇതുണ്ട്. പിന്നെ കുറച്ച് വെജീസ് എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. വെച്ചാൽ വെളുത്തുള്ളി എല്ലാം ഭയങ്കര വലിയ വെളുത്തുള്ളി അല്ലാന്ന്, വെളുത്തുള്ളി അതേപോലെ തക്കാളി, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസ് തരുന്നു പറഞ്ഞാൽ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് അപ്പം തന്നെ പ്രസ് ചെയ്ത് നമ്മൾ നാരങ്ങ പ്രസ് ചെയ്യുന്നില്ല, അതിൻ്റെ വലിയ മെഷീൻ വെച്ച് പ്രസ് ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് തരുന്ന സാധനങ്ങൾ വാങ്ങുക. അല്ലാണ്ട് ചിലപ്പോൾ അവർ നേരത്തെ ആക്കി വെച്ചത് കിട്ടും. അത് ഭയങ്കര കയ്പ്പായിരിക്കും. നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയുന്ന ഒരു ഫ്രണ്ട്സിന്. അപ്പോൾ അത് വാങ്ങുന്നുണ്ടെങ്കിൽ ഫ്രഷ് തന്നെ വാങ്ങുക. പിന്നെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഡേ ഇൻ കസാക്കിസ്ഥാൻ. നമ്മൾ ഫുൾ റെഡിയായി. ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. ആച്ചു റെഡിയായി. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമ്മൾ റൂം മാക്സിമം കൊളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ബാക്ക് പാക്ക് കാണിക്കൂ, കുറച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ റിസോർട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ റൂമിലേക്ക് ഒരു ദിവസത്തേക്ക് വിടാം. എന്നിട്ട് കുറച്ച് സാധനം മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബാക്കി കുറച്ച് ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി നമ്മളങ്ങ് ഇറങ്ങുകയാണ്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ലെയേഴ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. തേടത്ത് മരവിക്കും. നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മളങ്ങനെ അങ്ങ് പോവുകയാണ്. നമുക്ക് ആ റിസോർട്ടിലേക്ക് എത്തണം. അതിന് മുന്നേ ഒരു 2 ഡേ ടൂർ ഉണ്ട്, അതിനുള്ളൊരു ബുക്കിങ്സ് ചെയ്യാനുണ്ട്. അതിന് കുറച്ച് ചില്ലറ പരിപാടീസ്. അപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണ്.
നിങ്ങൾ റൂമിലേക്കുള്ള കൊറിഡോർ കണ്ടാൽ നിങ്ങൾക്ക് പേടിയാവും. ഇത് ഏത് ഗുദാമിനാങ്ങൾ റൂം എടുത്തേന്ന് തോന്നുന്നു. മറ്റേ ഏതോ സിനിമയിൽ പോലെ തന്നെ. എന്താ പുറം ഇതാണെങ്കിലും ആർക്കും വിശാലമാണ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞില്ല നമ്മൾ അപ്പാർട്ട്മെൻ്റ് എടുത്തേന്ന്. അപ്പോൾ അപ്പാർട്ട്മെൻ്റ് എടുക്കുമ്പോൾ എടുത്ത സർവീസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. വേസ്റ്റൊക്കെ നമ്മൾ തന്നെ കൊണ്ട് കളയണം. പിന്നെ ബാക്കി ഫുഡൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് കേട്ടോ അപ്പാർട്ട്മെൻ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഹോട്ടൽ എടുക്കുന്നു, നമ്മൾ രാവിലെ വാട്സപ്പ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അങ്ങനെയായിരുന്നു. വിശക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ വെയിലും വേർപ്പും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, വലിയ വിശക്കുന്നില്ല. ഉച്ചവരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോട്ടെ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ വരും വഴി കാണുന്നതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് കൊള്ളാല്ലേ? നല്ല യെല്ലോ. ഈടാരും മഞ്ഞൊന്നും ഇട്ടെടുക്കുന്നത്, എല്ലാവരും ബേജ് ബ്ലാക്ക് ഇതെല്ലാം എടുത്ത സ്റ്റൈല്. നമ്മൾ പിന്നെ വേറെ കളറായിട്ട് മഞ്ഞ നമ്മളൊരു കളറാണല്ലോ. അപ്പോൾ പോട്ടെ. രാവിലെ തന്നെ ഒരു ഒറ്റ മൈനീനൊക്കെ ഉണ്ട്. ഇനി എന്താവുക അപ്പോൾ പ്ലാടി പോൾ കറങ്ങി നടക്കുക, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കാൻ. കൂട്ട് കയറി കൂടാടോ എനിക്ക്. രാവിലെ തന്നെ എണീറ്റിട്ട് അടുത്തേക്ക് പോകുന്നത്. കസാക്കിസ്ഥാനിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്യാബ് സർവീസ് വേണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പിൻ്റെ പേരാണ് യാൻഡെക്സ്കോ. അപ്പോൾ ഞങ്ങൾ വന്നെന്ന് തന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 2 ഡേ ടൂർ പാക്കേജിൻ്റെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാകുമ്പോൾ ഞങ്ങൾ കണ്ടൊരു ബിൽഡിംഗ് ആട്ടോ ഇത് അച്ചു പറയായിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തൊക്കെ കെട്ടിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ലോങ് ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് പഴയതാണ്. അപ്പോൾ നമ്മൾ ആ ബിൽഡിംഗ് ഒക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മൾ നേരെ പോയി ടൂർ ബുക്ക് ചെയ്തു. എന്നിട്ട് എഗെയിൻ നമ്മൾ ക്യാബ് പിടിച്ചിട്ട് നെക്സ്റ്റ് നമ്മളൊരു റിസോർട്ടിലേക്ക് പോവുക ചെയ്ത്. സോ നമ്മൾ ഇന്നൊരു റിസോർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ പുറം ഭാഗം കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു രാവിലെ പോയി ഉച്ചക്ക് പോയി ചെക്ക് ഇൻ ചെയ്തു. അതിൽ കാണുന്ന എത്രാമത്തെ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാ പറഞ്ഞുതരാം ഞാൻ. ഏറ്റവും മുകളിലത്തെ റൂമാണ് നമ്മളത്. ആ കാണുന്ന റൂം ഒന്ന് സൂം ചെയ്യാൻ പറ്റണമെന്നുണ്ട്. പക്ഷെ എൻ്റെ കൈ നോക്കുക, ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇവിടെ -2 ഡിഗ്രി ആണ്. ഇത് ഞാൻ ഊരിയിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചാൽ പിന്നെ എൻ്റെ കൈ ബാക്കി ഉണ്ടാവില്ല. നമ്മളെ റിസോർട്ടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചുകൂടി മഞ്ഞുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ നടക്കാന്ന് വിചാരിച്ചു. ജലദോഷം. അയ്യോ, അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എടുത്ത ടെമ്പറേച്ചർ -2 ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് നമുക്കിങ്ങനെ തണുത്ത് ബർച്ചിന്. ആ സമയത്ത് പക്ഷെ ടെമ്പറേച്ചർ ഇത്ര -1 ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നേ ഫസ്റ്റ് ഡേ വരുമ്പോൾ നമ്മളെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആവണമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നത് അവിടെ ഒരു 5, 7 ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒന്നാകെ കിട്ട വറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അത്ര ഇല്ല. ഞങ്ങൾ അത്ര ലെയർ ചെയ്തിട്ടില്ല. കൈയെല്ലാം കുറച്ച് ഇതാക്കിനല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ നമ്മ ഇങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലും അല്ലെ. അപ്പൊ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. പക്ഷെ രാത്രിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇരുട്ടായി, പക്ഷെ നമ്മൾ ഇറങ്ങും. അയ്യോ, ജലദോഷം. പുക കാണുന്നുണ്ടോ? കാണുന്നാ? അപ്പൊ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. തലയൊന്നും മുട്ടാതെ. ഇവിടെ സമയം എത്രയായി ഇപ്പൊ? 5 മണി ആയതല്ലോ. പക്ഷെ ഇരുട്ടോക്കിയ ഇവിടെ നേരത്തെ ഇരുട്ടാവും. ഹായ് മഞ്ഞ്. നല്ല കട്ടി ഐസും വെള്ളമായിരിക്കും വരുന്നത്. ഇവിടെ ഒരാള് ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ദാസന് കൈ എന്തെങ്കിലും ആവും കിട്ടുവാ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഉണ്ടാ മരവിക്കും കൈയല്ലോ. എനിക്കിപ്പോഴേ ജലദോഷം മൂക്കൊലിക്കാൻ തുടങ്ങി. നല്ല ക്രിസ്റ്റൽസ് ഉണ്ടോ? വൈറ്റ് ക്രിസ്റ്റൽസ് കാണുന്നുണ്ടോ? കല്ല് പോലെ ആയിട്ടുണ്ട്. ചിരിക്കടാ. തണുത്ത് മരവിച്ച ഞങ്ങൾ. എനിക്ക് കുറച്ച് ജലദോഷം വന്നു. സൈനിസിന് മൂക്കിന്റെ അറ്റല്ല ചോത്ത് വരുന്നുണ്ട്. തണുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മളെ റൂം. നല്ല സ്പേഷ്യസുകളെല്ലാം. ഞങ്ങൾ കുറെ സാധനം ഉണ്ട്. TV ഉണ്ട്. നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ച്. ബെഡ്
പിന്നെ നല്ലൊരു വാഷ്റൂമും ഉണ്ട്. നല്ല ബാത്ത് ടബൊക്കെ ഉള്ള നല്ലൊരു വാഷ്റൂം ഉണ്ട്. പിന്നെ ബാൽക്കണി നോക്കട്ടെ തുറക്കാൻ പറ്റും. തണുപ്പാണ്. ഒന്ന് തുറന്നേരോ? നമ്മൾ നേരത്തെ അക്കരയാണ് നമ്മൾ ഉണ്ടായത്. കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 5 മണി, വൈകുന്നേരം 5 മണിയിൽ തമ്മിലെ കോലാന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് -3. ദൈവമേ, -3 വൈകുന്നേരം 5 മണിക്ക് ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഫുൾ റെസ്റ്റ് എടുക്കലാണ്. നാളെ നമുക്ക് വേറെ കുറെ സ്ഥലത്ത് പോകാനുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാനിലേക്ക് നമുക്ക് നാളെ കാണാം. ഓക്കെ, അതായിരിക്കും. ബൈ.